ഹലോ കൂട്ടുകാരെ, സ്പിരിച്വൽ ജേർണിയിൽ വരുമ്പോൾ അത് ഏതൊരു സോൾ ജേർണിയും ആയിക്കോട്ടെ, അതല്ല ഇനി ട്വിൻ ഫ്ലെയിം ജേർണിയും ആയിക്കോട്ടെ, നമുക്ക് ഇനിഷ്യൽ ഡേയ്സ് തൊട്ട് ഈ ഒരു ജേർണിയിൽ അല്ലെങ്കിൽ ഈ ഒരു ജേർണികളിൽ ഒരു ലെവൽ വരെ എത്തുന്നോടം വരെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം നമ്മളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ മണി ബ്ലോക്ക് ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സ്പിരിച്വൽ ജേർണീസിൽ, അതിപ്പം ഏതൊരു ജേർണിയും ആയിക്കോട്ടെ, ജേർണീസിലുള്ളവർക്ക് മണി ബ്ലോക്കിൻ്റെ റീസൺസ് ഒരു 15-16 പോയിൻറ്റ്സ് ആയിട്ട് പറയുകയാണ്. അതിനുള്ള സൊല്യൂഷൻസും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇവിടെ എനിക്ക് പറയാനുള്ളത്, മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജി, മണി എനർജി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് കണക്റ്റായി കിടക്കുന്നത് നമ്മുടെ ചക്രാസിൽ, റൂട്ട് ചക്രയാണ്. കാരണം നമ്മളുടെ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതായത് ഈ ഭൂമിയിൽ നമ്മളുടെ നിലനിൽപ്പിലുള്ള ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ റൂട്ട് ചക്ര തന്നെയാണ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ, പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ എപ്പോഴും നമുക്കൊക്കെ അറിയാം 7 ചക്ര ഹീലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഹീലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഹീൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് റൂട്ട് ചക്രയാണ്. കാരണം നമ്മളുടെ ഫിയർ ബേസ്ഡ് എനർജി കിടക്കുന്നത് റൂട്ട് ചക്രയിലായിരിക്കും. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുടെ ഫിയർ ഫാക്ടർ കിടക്കുന്നത്, ഇൻസെക്യൂരിറ്റീസ് കിടക്കുന്നത്, പാസ്റ്റിൽ കിട്ടിയ ട്രോമാസ് ഏറ്റവും കൂടുതൽ കിടക്കുന്നത് റൂട്ട് ചക്രയിൽ തന്നെയായിരിക്കും. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി റൂട്ട് ചക്ര ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ചക്ര ഹീലിംഗ് ഈ ഒരു ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ചും റൂട്ട് ചക്ര ഹീലിംഗ്. അടുത്തതായിട്ട് രണ്ടാമത്തെ പോയിന്റിൽ ഇനിയൊരു ചക്രയായ സേക്രൽ ചക്രയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളുടെ താഴത്തെ ചക്രാസ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ റെലാമിലെ എക്സിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന, അതായത് എർത്തി വേയിൽ. അപ്പോൾ സേക്രൽ ചക്ര എന്ന് പറയുന്നത് നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിനെ കൂടുതലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു ചക്രയാണ്. അപ്പം ഇത് ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമ്മളുടെ എനർജി പ്ലഷേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. പ്ലഷേഴ്സ് എന്ന് പറയുമ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡിക്ഷൻസ് ആവാം, അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആവാം, അതല്ല എങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ആയിരിക്കാം. ആ ഒരു എനർജിയിലേക്ക് കൂടുതലായിട്ട്, സെക്ഷുവൽ എനർജിയിലേക്കൊക്കെ നമ്മുടെ എനർജി കൂടുതലായിട്ട് ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമ്മളുടെ എനർജീനെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വലി സ്പിരിച്വൽ ജേർണിയിൽ വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് അവരുടെ ക്രിയേറ്റീവ് സൈഡാണ്. ഈ ക്രിയേറ്റീവ് സൈഡ് ബ്ലോക്ക് ആവുകയും എഗെയിൻ അവരുടെ റൂട്ട് ചക്ര, അവരുടെ എക്സിസ്റ്റൻസിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ട റൂട്ട് ചക്ര ഓട്ടോമാറ്റിക്കലി ബ്ലോക്കായിട്ട് ഈ 2 ചക്രാസിൻ്റെ ബ്ലോക്ക്സ് നിങ്ങളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആയ മണിയിൽ അത് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. സോ 2 ചക്രാസ് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. നമ്മളുടെ മണി ബ്ലോക്കേജിന് അല്ലെങ്കിൽ മണി മാറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ചക്രാസിൽ ഇത് രണ്ടും നമുക്ക് ബാലൻസ് ചെയ്തെടുക്കേണ്ടി വരും. അതാണ് പറഞ്ഞു വന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ ഒരു പോയിന്റ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ബിലീഫ് സിസ്റ്റം എന്താണ്, മണിയെക്കുറിച്ച്, കാശിനെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ DNA ലെവലിൽ അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിൽ വരെ ഇമ്പാക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റം നമ്മളിൽ വരുന്നത് നമ്മൾ കണ്ട് കേട്ട് വളർന്ന നമ്മളുടെ ആ ഒരു കുടുംബാന്തരീക്ഷം, അവിടെ മണിക്കുള്ള പ്രാധാന്യം, ആ ഒരു മണിയെക്കുറിച്ചുള്ള ഒരു ബിലീഫ് സിസ്റ്റം കാണും ആ ഒരു കുടുംബത്തിൽ നിന്നും. അത് ജനറേഷൻസ് ആയിട്ട് നമ്മുടെ DNA ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ കാണും, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ജീവിച്ച് വളർന്ന ആ ഒരു സൊസൈറ്റി പാറ്റേൺസിൻ്റെ അനുസരിച്ച് നമ്മൾക്കുള്ള ഒരു ബിലീഫ് സിസ്റ്റം കാണും. ഇതല്ലാണ്ട് നമ്മളുടെ അമ്മയുടെ വോമ്പിൽ നിന്നും നമ്മൾ ക്യാരി ചെയ്തിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം,
അപ്പം ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ സ്ട്രക്ചർ എടുത്തിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം കാണും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പഴയ കുറച്ചൊരു 20 വർഷം മുമ്പൊക്കെ പോയി നോക്കുമ്പോൾ ആ ഒരു സമയത്ത് ടീനേജിലൊക്കെ വന്നവർ, അല്ലെങ്കിൽ 15 ഇയേഴ്സ് മുമ്പ് ടീനേജിലൊക്കെ വന്നവർക്കറിയാം, അവരുടെ പേരൻസ് ഒത്തിരി കഷ്ടപ്പെട്ടായിരിക്കും മണി ഗ്യാദർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും കടത്തിലുള്ള ഒരു ഫാമിലി ആയിരിക്കാം, എപ്പോഴും കൂടുതൽ സേവിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കാം. ഇതൊക്കെ തോട്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒക്കെ മണീനെ സേവ് ചെയ്ത് നമ്മളുടെ ഫീസൊക്കെ അടയ്ക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ട് വന്ന ഒരു ഫാമിലിയിൽ നിന്നാണെങ്കിൽ നമ്മുടെ തോട്ട് പാറ്റേൺ ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റാണ്. കാശുണ്ടാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടമെന്നല്ല, വളരെയധികം കഷ്ടപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ചോയ്സസിൽ ഇമ്പാക്റ്റ് ചെയ്യും. അതായത് ചോയ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ജോലി, മേ ബി നിങ്ങളൊരു വെൽ എഡ്യൂക്കേറ്റഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആയിരിക്കാം, പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ജോലി, നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു എഡ്യൂക്കേഷനോട് ഈക്വലി പെയ്ഡ് ആയിട്ടുള്ള കാര്യമല്ലായിരിക്കും. അത് നിങ്ങളുടെ ഇനിഷ്യലായിട്ടുള്ള കരിയർ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയും നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ ലിമിറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഇമ്പാക്റ്റാണ് നമ്മളുടെ എക്സ്റ്റേണൽ വേൾഡിൽ ചോയ്സസ് ആയിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനെ ഹീൽ ചെയ്യേണ്ടതാണ്. അടുത്ത ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ മണി വേണ്ട എന്നുള്ളത്. കാശ് എനിക്ക് ആവശ്യമില്ല, ഞാൻ സ്പിരിച്വലി അവേക്കനിങ്ങിലേക്കാണ്, സ്പിരിച്വാലിറ്റിയിലാണ് എന്നൊക്കെ ഉള്ളത്. ഇവിടെ അറിഞ്ഞോ അറിയാതെ നമ്മൾ നമ്മളുടെ മണീനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ മീനിങ് നമ്മൾ മണിക്ക് പ്രാധാന്യം കൊടുക്കണമെന്നല്ല, അതിനെ ഒരു എനർജി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ ഒരു പേഴ്സൺ അവരുടെ ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യലിലേക്ക് കണക്റ്റ് ആവുകയാണ്. ഓക്കെ, നമ്മൾ ഹീൽ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ അത്രയും ഹീലായി വരുമ്പോൾ നമ്മൾ എന്താണോ ആലോചിക്കുന്നത്, കാരണം ഹീലായിക്കൊണ്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ അത്രയും വർക്കാവുന്നത്, ഇവിടെ നമ്മൾക്ക് ദൈവം ഒരു ചോയ്സ് തരികയാണ്. നിൻ്റെ ചോയ്സ് എന്താണോ അതിൻ്റെ അനുസരിച്ചായിരിക്കും നിൻ്റെ ലൈഫ്. അവിടെയാണ് നമ്മൾ ക്രിയേറ്റേഴ്സാണ് നമ്മുടെ ലൈഫിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ പിന്നെയും ഞാൻ സ്പിരിച്വാലിറ്റിയിലാണ്, എനിക്ക് കാശ് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു. അവിടെ അറിഞ്ഞോ അറിയാതെയോ മണീൻ്റെ കാര്യത്തിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിലൊരു ലാക്കിൻ്റെ എനർജിയാണുള്ളതെങ്കിൽ, അതായത് എന്തൊക്കെ നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും എത്ര കിട്ടിയാലും നമുക്ക് ഇനിയും വേണം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാനൊരു 10,000 രൂപ എൻ്റെ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ ഒരു മാസത്തെ എൻ്റെ ശമ്പളം 20,000 രൂപയാണെന്ന് വെച്ചോളൂ ഫോർ എക്സാമ്പിൾ. അപ്പോൾ എൻ്റെ ചിലവ് 25,000 രൂപയാണ്, ഇനിയും 5,000 രൂപ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ അവിടെ ലാക്ക് എനർജിയാണ്. അത് യെസ് ഓഫ് കോഴ്സ് അവിടെ 20,000 ഉള്ളൂ, ഇനി ഒരു 5,000 എനിക്ക് കുറവാണ്, എങ്കിൽ പോലും എനിക്ക് കിട്ടിയ ഈ ഒരു 20,000 രൂപയ്ക്ക് ഞാൻ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിന് സെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനർജി നമ്മൾക്ക് മൾട്ടിപ്പിൾ ചോയ്സസ് ഓഫ് അബൻഡൻസിലേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് തോന്നാമായിരിക്കാം ഇത് വർക്കൗട്ട് ആകുമോ എന്നുള്ളത്, പക്ഷെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു ടെക്നിക്കാണിത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസിനെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് പറയാനുള്ളത്, മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, നമുക്കൊക്കെ അറിയാം അല്ലേ. ഈ എനർജിക്ക് ഒരു വാല്യൂ കൊടുത്തില്ലെങ്കിൽ, അതായത് നമ്മൾ പണ്ട് തൊട്ടൊക്കെ നമ്മളുടെ ഇപ്പോൾ ഹിന്ദു പുരാണങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവരാണ്. അവിടെ നമുക്കറിയാം ഒരു ലക്ഷ്മി ദേവിൻ്റെ മുമ്പിൽ ഒത്തിരി സ്വർണ്ണ നാണയങ്ങളൊക്കെ വീഴുന്ന പോലെ അങ്ങനത്തെയൊക്കെ ഓരോ ഫോട്ടോസാണ്. അതെന്താണ് ആക്ച്വലി ഒരു തരത്തിലുള്ള വിഷ്വലൈസേഷൻ ആണത്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ
ആ വിഷ്വലൈസേഷനിലൂടെ നമ്മളുടെ ഫ്രീക്വൻസിയെ നമ്മൾ ഹൈ ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആ ഒരു എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ട് നമ്മൾ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ സമയം തന്നെ അതേ മണിക്ക് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇഷ്ടമുള്ള പോലെ ആ ഒരു കാശ് ഈവൻ 10 രൂപ ആയിക്കോട്ടെ, കോയിൻസ് ആയിക്കോട്ടെ, ഇഷ്ടമുള്ളിടത്തൊക്കെ കീപ്പ് ചെയ്യുക, വെക്കുക. ആൻഡ് അതിനൊരു പ്ലേസ് കൊടുക്കുന്നില്ല നമ്മളുടെ വീട്ടിൽ. അതൊരു സേക്രഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൊടുക്കുന്നില്ല. അതിന് ആ ഒരു ട്രീറ്റ്മെൻറ്റ്, ആ ഒരു വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ അടുത്ത് മണി എന്ന് പറയുന്നത് ഈവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ പോലും നമ്മളുടെ അടുത്ത് നിൽക്കില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് സെൽഫ് വർത്ത് ഇഷ്യൂസ് നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ ഒരു ബിയോണ്ടായിട്ട് ആ ഒരു പേ സ്കെയിലിലല്ലാതെ ബിയോണ്ടായിട്ട് നമുക്കൊരു പാക്കേജിൽ ഓഫർ വന്നാൽ അയ്യോ എനിക്കിത് പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അവിടെ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നില്ല. അവിടെ ആ ഒരു ബ്ലെസ്സിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി നമ്മളിലില്ല. അപ്പോൾ നമ്മളവിടെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്ന ഒരു ബ്ലെസ്സിങ്ങിനെ റിജക്റ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ ഒരു വേയിൽ വരുന്ന ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മണി എനർജി ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അടുത്തത് ആയിട്ട് പറഞ്ഞു തരാനുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ട്രൂത്ത് അല്ലാത്ത ഒരു കാര്യത്തിലേക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ മണീനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഈ ഒരു ജേണിയിൽ ഒത്തിരി പേര് അല്ലെങ്കിൽ ഒത്തിരി പേരുടെ ആ ഒരു കൗൺസിലിങ്ങിലൊക്കെ കേൾക്കാറുണ്ട്, എക്സാം എഴുതിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ന ജോലിയിൽ ഞാൻ നിൽക്കുന്നുണ്ട് പക്ഷെ ഒത്തിരി വിഷമങ്ങളുണ്ട്, എനിക്ക് എന്നാലേ ഈ ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ, കാരണം എൻ്റെ വീട്ടിലെ ഇന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ. ഇവിടെ നമ്മളുടെ ട്രൂത്ത് അല്ലായിരിക്കും ആ ഒരു ജോലി. ആ ഒരു കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഈ ജേണിയിൽ നമ്മൾക്ക് നമ്മളുടെ ശരിയായ പർപ്പസിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഭഗവാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഇവിടെ ആ ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാതെ സറണ്ടർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി അതിന് ഏത് വേയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലാണ്ട് നമ്മളിവിടെ എനിക്കിത് തന്നെ വേണം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നത്, ആ ഒരു ചോയ്സിനെ നമ്മൾ ഡിനൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളവിടെ നമ്മളുടെ ആ ഒരു അബണ്ടൻസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു പോയിന്റ് പറയാനുള്ളത് DM-നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, ഇതിനെക്കുറിച്ച് ഇടയ്ക്കൊരു മെസ്സേജ് ഞാൻ വാട്സപ്പിലേക്ക് കണ്ടിരുന്നു. ഞാൻ എൻ്റെ DM-നെ ഹെൽപ്പ് ചെയ്യാൻ പോകുമ്പം എനിക്കും മണി ബ്ലോക്ക് വരുന്നു എന്നുള്ളത്. ഈ ഒരു ജേണിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ DFനാണ് ആദ്യം അബണ്ടൻസ് വരുന്നത്. അതിൻ്റെ മീനിങ് DM-ന് വരത്തില്ല എന്നല്ല. അത് കഴിഞ്ഞ് DM അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അവർക്കുള്ള ഫൈനാൻഷ്യൽ ബ്ലോക്കേജസ് യൂണിവേഴ്സായിട്ട് മാറ്റിക്കൊടുക്കുന്നത്. ആൻഡ് DM-ന് ഏറ്റവും കൂടുതൽ അവേക്കനിങ്ങിൽ ബ്ലോക്ക് വരുന്നത് അവരുടെ ഫൈനാൻസും അവരുടെ കാർമിക് ലൂപ്സുമാണ്. അപ്പോൾ ഇവിടെ DFന് എന്തുകൊണ്ടാണ് ഈ ഒരു അബണ്ടൻസ് യൂണിവേഴ്സ് കൊടുക്കുന്നത്? അവരുടെ സോൾ പർപ്പസ് ചെയ്യുന്നതിൻ്റെ റിവാർഡായിട്ടും അവരുടെ കമ്പൈൻഡ് സോൾ പർപ്പസിലേക്ക് വരുമ്പോൾ അതിനുള്ള ഒരു എമൗണ്ട്, കാരണം സോൾ പർപ്പസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനും നമുക്ക് മണി വേണം. ഇപ്പം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മളുടെ അടുത്ത് മണി വേണം അല്ലേ? ഒരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മൾ സേവ് ചെയ്ത ആ ഒരു എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പർപ്പസിൽ നിന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യുമ്പം വരുന്ന മണിയിൽ നിന്നായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതേ മണി എന്തുകൊണ്ടാണ് DM-ന് ഇനിഷ്യൽ സ്റ്റേജിൽ യൂണിവേഴ്സ് കൊടുക്കാത്തത്? കാരണം അവരുടെ ഈഗോനെ ഷാറ്റർ ചെയ്യണം. നമ്മൾക്കും ഇനിഷ്യൽ ഡേയ്സിൽ എങ്ങനെയായിരുന്നു, നമ്മളുടെ ഈഗോനെ ഷാറ്റർ ചെയ്യാനായിട്ട് നമ്മൾക്ക് ജോലി ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ വരുന്ന ശമ്പളത്തെ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ വരുന്ന ഇൻകത്തിൽ പല പ്രശ്നങ്ങൾ വരും. ഒക്കെയും നമ്മൾ ഗോ ത്രൂ ആയിട്ടാണ് നമ്മൾ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് അബണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. ദ സെയിം വേ ആണ് DM-നും. അപ്പോൾ DM-ന് യൂണിവേഴ്സായിട്ട് അവിടെ പലതരത്തിലുള്ള ടാസ്കുകൾ ബ്ലോക്കേജസ് കൊടുക്കുമ്പോൾ അവരുടെ ട്രൂത്തിലേക്ക് വരാനായിട്ട് DF അവിടെ ഹെൽപ്പിംഗ് നേച്ചറിൽ ഓവർ ഗീവിങ്ങിൽ പോയി DM-നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ DFൻ്റെയും എനർജിയിൽ ബ്ലോക്കേജസ് വരികയും അവരവരുടെ മണി എനർജീനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ കംഫോർട്ട് സോണിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലും
ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കുറച്ചുകൂടെ എല്ലാ ലെവൽസിലും നമ്മൾക്ക് കംഫർട്ട് സോൺ വിട്ടേ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആണെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ ബ്ലോക്ക് കിടക്കുന്നത്. അതായത് ഞാൻ സെറ്റിൽഡ് ആയി, ഇനി എനിക്ക് മുമ്പോട്ട് പോകണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എനിക്കിത്രയും എന്ന് വിചാരിക്കുന്നിടത്ത് യൂണിവേഴ്സ് പിന്നെയും ബ്ലോക്ക് കൊണ്ട് തരാറുണ്ട്. കാരണം ഈ ഒരു ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ബെസ്റ്റ് വേർഷനിൽ വരാനുള്ളതാണ്. സോ ഈ ബെസ്റ്റ് വേർഷനിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്തൊരു ലെസർ വേർഷനിലേക്ക് നമ്മളെ ഫിറ്റ് ഇൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കേജസ് കൊണ്ടുവന്നിട്ട് നമ്മളെ പിന്നെയും പഴയ ലൂപ്പിലേക്ക് കൊണ്ടുപോകും. അടുത്ത പോയിന്റ് ഈ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ സോൾ പർപ്പസ് സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ പലർക്കും സോൾ പർപ്പസ് റിവീൽ ചെയ്യപ്പെടും. ഈ റിവീൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞും കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും അവർ സോൾ പർപ്പസിലേക്ക് വരുന്നത്. സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒന്നല്ലായിരിക്കും, മൾട്ടിപ്പിൾ പർപ്പസുകളായിരിക്കും. ഒരു ജേർണിയിൽ ഓരോ ഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ അവരവരുടേതായ ടാസ്കുകൾ ചെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മൾ ആ ഒരു കംഫോർട്ട് സോണിൻ്റെ ഒരു കംഫർട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ പർപ്പസിനെ മാറ്റിവെക്കും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ യൂണിവേഴ്സ് ഇവിടെ അവർക്കുള്ള മണീനെ ബ്ലോക്ക് ചെയ്തിട്ട് അവിടുത്തെ കംഫർട്ട് സോണിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ആ ഒരു സോളിനെ വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അടുത്തതായിട്ട് ഓവർ ഗിവിങ് ആകുമ്പോൾ, നമ്മളൊക്കെ എംപാത്സ് ആണല്ലേ, അപ്പോൾ അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെയും ഓവർ ഗിവിങ് എന്ന് പറയുന്ന ഒരു നേച്ചറിലേക്ക് പലപ്പോഴും വരാറുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞാൽ ഡൊണേഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ നമ്മൾ ഓവർ ഗിവിങ് ആണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പിന്നെയും മണി ബ്ലോക്കേജ് തന്ന് പരീക്ഷിക്കാറുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു പോയിന്റ് പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മളൊക്കെയും ഡിവൈൻ ഫെമിനൈൻ എനർജീസാണ്. ഇനി എത്ര ലോവർ വൈബ്രേഷൻ എനർജീസിലാണെങ്കിലും ഡിവൈൻ ഫെമിനൈൻ എനർജി ഒരിക്കലും ഒരു എമൗണ്ടിനെ ജഡ്ജ് ചെയ്യാറില്ല. അതായത് ഇപ്പോൾ പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പം ഇതിന് കോസ്റ്റ് കൂടുതലാണ്. ഒരു ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കുമ്പം കോസ്റ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ കോഴ്സസ് നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ ഇടുമ്പോൾ ഇതിന് ഇത്രയും കാശ് കൊടുത്ത് പഠിക്കണോ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ബ്ലോക്കേജാണ്. ഇവർ ഇത്രയും എമൗണ്ട് വെച്ചുല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു എനർജീനെ ശരിക്കും ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു കാര്യം നിങ്ങൾക്ക് വർത്ത് ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു കാര്യം യൂണിവേഴ്സായിട്ട് എത്തിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് പേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ഒരു നിമിഷം ഇല്ലെങ്കിൽ, അതിപ്പം എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യമായിക്കോട്ടെ, സ്പിരിച്വൽ കോഴ്സസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് വിടുക. ആ ഒരു കാര്യത്തെ ജഡ്ജ് ചെയ്യാതെ, ഓക്കെ യൂണിവേഴ്സ് ഇതിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, പക്ഷേ ഇപ്പോൾ എനിക്കിതിനുള്ള മാർഗം കാണിച്ചു തരണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് നിങ്ങൾ ഡെഡിക്കേറ്റഡ്ലി പഠിക്കണമെന്ന് വിചാരിക്കുകയാണ്, ഡെഡിക്കേറ്റഡ്ലി നിങ്ങൾ ആ ഒരു സംഭവം വാങ്ങിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വന്നിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു ജേർണി, അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഏതൊരു ജേർണിയിലും നമ്മളുടെ ഉള്ളിലെ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജീനെ ബാലൻസ് ചെയ്യണമെന്നാണ് നമ്മളൊക്കെയും കേൾക്കുന്നതും കാണുന്നതും ഫീൽ ആവുന്നതും ഒക്കെ അല്ലേ, ട്രൈ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ എനർജീൻ്റെ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോജിക്കൽ മൈൻഡാണ് അല്ലേ. അതായത് മസ്കുലൈൻ എനർജീൻ്റെ ലോജിക്കൽ മൈൻഡും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം, ഫെമിനൈൻ എനർജിയുടെ ക്രിയേറ്റീവ് സൈഡ്. പക്ഷേ ഇത് രണ്ടും കൂടെ ഈക്വലി ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അതായത് എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും അങ്ങനെ ഈക്വലി ബാലൻസ് ആവാണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ലോജിക്കലായിട്ട് ആലോചിക്കും, അതായത് മണി ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കും. ഇപ്പോൾ ലൈഫ് പർപ്പസ് ചെയ്യുന്നവർക്കറിയാം, സോൾ പർപ്പസും ലൈഫ് പർപ്പസൂടെ ഒന്ന് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒന്ന് ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇച്ചിരി ഒന്ന്
എന്താ പറയുന്നത്, എല്ലായ്പ്പോഴും അവർ ചെയ്യുന്ന ടാസ്കുകളിൽ ഒരു ശ്രദ്ധ വെക്കണം. കാരണം ഒന്നുകിൽ നമ്മൾ ഒത്തിരി മണി ഓറിയൻറ്റഡ് ആയിട്ട് പോകും, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി സ്പിരിച്വലായിട്ട് പോകും. ഇത് രണ്ടും അല്ലാതെ നമ്മൾ ഈക്വലി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ആ ഒരു അബണ്ടൻസ് നമ്മളുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്, മണി എനർജി എന്ന് പറയുന്നത് ഒരു എനർജി ആണെന്ന് ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ എനർജറ്റിക് സെൻറ്റേഴ്സിലേക്ക് ഈ ഒരു ലൈഫ് ടൈമിലെ അല്ലാതെ പാസ്റ്റ് ലൈഫുകളിൽ നിന്നും നമ്മൾ ക്യാരി ഔട്ട് ചെയ്തുകൊണ്ട് വരാറുണ്ട്. അതായത് ഈ DNA ലെവലിൽ ജനറേഷണൽ ട്രോമ അല്ലാണ്ട് നമ്മളുടെ സോളിൽ നിന്നും നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്. അപ്പം ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ തിരിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും മണി പരമായിട്ട് ചീറ്റ് ചെയ്തിട്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് ഏതെങ്കിലും പാസ്റ്റ് ലൈഫുകളിൽ നിന്ന് നമ്മൾ ക്യാരി ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ ക്ലെൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു പരിധി വരെ അതിനെ ഫോളോ അപ്പ് ചെയ്യുക ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട്. പക്ഷേ അതിലേക്കൊരു ലാക്കിൻ്റെ എനർജി കൊടുക്കരുത്. ആൻഡ് ഇതിനെ പിന്നെയും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതൊരു പക്ഷേ ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം ഈ ജന്മത്തിലും. അങ്ങനെയാണെങ്കിൽ അത് കൊടുത്ത എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസേർവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ തിരിച്ച് കിട്ടത്തുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ ഈ ഡിസേർവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് അത് നിങ്ങളുടെ സോൾ ലെവലിലാണെങ്കിൽ അതിനെ സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് നിങ്ങളിലേക്ക് വരേണ്ട എമൗണ്ട് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത പോയിന്റ്, സൊല്യൂഷൻസ് പറയാൻ തുടങ്ങി ഓൾറെഡി. ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റിൽ പറയാനുള്ളത് ചക്ര ഹീലിങ്ങിൻ്റെ കാര്യമാണ്. നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലാണെങ്കിൽ ചക്ര ഹീലിംഗ് ചെയ്യണം. ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വരണം. കാരണം സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ നമ്മൾ ഒരു സോളിൻ്റെ, ആ ബോഡിയിലുള്ള അതേ സോളിൻ്റെ എനർജീനെ ബാലൻസ് ചെയ്ത് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കമ്പാരേറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിട്ട് അവർക്ക് എനർജീനെ ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മളുടെ അതർ ബോഡിയിലുള്ള മസ്കുലൈൻ എനർജിയും കൂടെ നമ്മുടെ ഇന്നർ മസ്കുലൈൻ്റെ രൂപത്തിൽ ബാലൻസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ഒരു ടഫായിട്ട് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണി തോന്നുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ ചക്ര ഹീലിംഗ് മസ്റ്റ് ആൻഡ് ഷുഡാണ്. അടുത്ത പോയിന്റ്, നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ DNA ലെവലിൽ ക്യാരി ചെയ്യുന്നത് കാര്യങ്ങൾ, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിപ്പം വേറൊരാൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. ഡീപ്പ് മെഡിറ്റേഷനിലിരിക്കുക. DNA ക്ലെൻസിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇച്ചിരൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഡീപ്പ് മെഡിറ്റേഷനിലിരിക്കുക. ഡീപ്പ് ബ്രെത്ത് ഇൻ ബ്രെത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു പേപ്പറും പേനയും കൂടെ തന്നെ കരുതിക്കൊണ്ട് ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിലിരുന്നു കൊണ്ട് നമ്മളുടെ ഉള്ളിലെ എന്തൊക്കെ ബിലീഫ് സിസ്റ്റമാണ് ഉള്ളതെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ബ്ലോക്കായിട്ട് കിടക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് അഫർമേഷൻ എഴുതുക. ഫോർ എക്സാമ്പിൾ ഒത്തിരി കാശുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ദുഃഖങ്ങളും വരും എന്ന് നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. മണി ബ്രിങ്സ് മീ ഹാപ്പിനെസ്. അടുത്തായിട്ട് ഐ എം എ മണി മാഗ്നറ്റ് എന്ന് എഴുതാം. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള നമുക്ക് ഒത്തിരി അഫർമേഷൻസ് യൂട്യൂബിലൊക്കെയും ഗൂഗിളിലൊക്കെയും സെർച്ച് ചെയ്താൽ കിട്ടും. ഇതല്ലാണ്ട് നിങ്ങളിൽ കിടക്കുന്ന ആ ഒരു ഫിയർ ബേസ്ഡ് എനർജീനെ, നിങ്ങളിൽ കിടക്കുന്ന ആ ഒരു ബ്ലോക്കേജസിനെ ഓപ്പോസിറ്റിൽ നിങ്ങൾ അഫർമേഷൻസ് എഴുതിയിട്ട് അതെവിടെയെങ്കിലും പേസ്റ്റ് ചെയ്തിട്ട് എപ്പോഴും അത് കാണുമ്പോഴൊക്കെയും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, വിഷ്വലൈസ് ചെയ്യുക, ഫീൽ ആവുക. അഫർമേഷൻസ് നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. അത് നമ്മുടെ കൂടെ ഉള്ളതുപോലെ അത് നമ്മൾ ആ ഒരു എനർജീനെ ഫീൽ ആകുമ്പോൾ മാത്രമാണ് അഫർമേഷൻസ് നമുക്ക് വർക്കാവുന്നത്. അടുത്ത പോയിന്റ് പറയാനുള്ളത് ലാക്ക് എനർജിയിൽ നിന്നും ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലേക്ക് മാറുക. ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞു ഒരു 20,000 റുപ്പീസ് സാലറീൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ് സെയിം വേ എപ്പോഴും ഉള്ള കാര്യങ്ങൾക്ക് അത് ഈവൻ ഈ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല ഒരു വസ്ത്രം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങളെ നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
അടുത്ത പോയിന്റ് പറയാനുള്ളത് ഡോണ്ട് കമ്പയർ യുവർ സെൽഫ്. നിങ്ങൾ കമ്പയർ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. അത് നമ്മളെക്കാളും ഫിനാൻഷ്യലി ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാരുമായിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ലോ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാരുമായിട്ടാണെങ്കിലും. കാരണം നിങ്ങൾ യൂണീക്കായിട്ടുള്ള ഒരു സോളാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു യൂണിക്നെസ്സിനെ എവിടെയോ കോംപ്രമൈസ് ചെയ്യുകയാണ്. ആൻഡ് ഓരോ സോളും അതാത് സോളിൻ്റെ പാത്തിൽ ജേർണിയാണ്. അതായത് ലിബറേഷൻ്റെ ജേർണി തന്നെയാണ്. കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അവർക്ക് ആ ഒരു മോക്ഷത്തിൻ്റെ വഴി അല്ലെങ്കിൽ ആ ഒരു പാത തെളിഞ്ഞു കിട്ടും. അപ്പോൾ ഇവിടെ മറ്റുള്ള ഒരു സോളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ ആവശ്യമില്ലാതെ കർമ്മ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു കാര്യത്തിലും കമ്പയർ ചെയ്യരുത് നമ്മൾ. കാരണം നമ്മൾക്ക് ഉള്ള സ്പിരിച്വൽ ഗിഫ്റ്റുകളെന്ന് പറയുന്നത് അത് ലവ് ആൻഡ് ലൈറ്റായിട്ട് ഈ യൂണിവേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് വന്നവരാണ് നമ്മൾ. ആൻഡ് മണി എനർജി എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടായിട്ട് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഒരു റിവാർഡാണ്. അപ്പോൾ ഈ റിവാർഡ് എപ്പോൾ തരണമെന്നുള്ളത് നമ്മൾ ആ ഒരു എനർജിയിലേക്ക് അലൈൻ ആവുമ്പോൾ യൂണിവേഴ്സ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു റിവാർഡ് തന്നോളും. സോ ആ ഒരു ട്രസ്റ്റ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അടുത്തതായിട്ട് എല്ലായ്പ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് പറയാനുള്ളത് ഇതിനു മുമ്പ് പറഞ്ഞത് തന്നെയാണ്. DMൻ്റെ പാത എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിവിജ്വൽ പാത്ത് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ലെസൺസ് ഉണ്ട്. അവർ അതിലൂടെ നടന്നു പോയി ലെസൺസ് പഠിച്ച് മുമ്പോട്ട് വരുമ്പോൾ മാത്രമേ അവരിലുള്ള ആ ഒരു ഡിവിനിറ്റീനെ അവർ തിരിച്ചറിയത്തുള്ളൂ. ആ ഡിവിനിറ്റിയിലെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കൊരു കമ്പൈൻഡ് ടാസ്ക്, സ്പിരിച്വൽ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അവരുടെ ആ ഒരു പാതയിലേക്ക് യൂണിവേഴ്സ് കൊടുക്കുന്ന ടാസ്കുകളിലേക്ക് ഒരു ഡിവൈൻ ഫെമിനൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻ്റർഫിയർ ആവാതിരിക്കുക. അടുത്ത പോയിന്റ് പറയാനുള്ളത് നിങ്ങൾ മണിനെ ആർക്ക് കൊടുത്താലും അതിനെ ബ്ലെസ് ചെയ്തിട്ട് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പച്ചക്കറിക്കാരന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഡ്രൈവറിന് കൊടുത്തു, ഒരു ക്യാബ് ഡ്രൈവറിന് കൊടുത്തു, അതിനെ ബ്ലെസ് ചെയ്യുക. അതായത് ഇത് ആരുടെ കയ്യിലെത്തിയാലും അവർക്ക് അത്രയും ഹാപ്പിനെസ് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. അടുത്ത പോയിന്റ് പറയാനുള്ളത് നമ്മളൊക്കെ എംപാത്സ് ആയതുകൊണ്ട് എല്ലാവരുടെ അടുത്തും എമ്പത്തി കാണിക്കുക. പക്ഷെ ഒരിക്കലും ഓവർ ഗിവിങ് ആയിരിക്കരുത്. ഈ ജേർണിയിൽ വരുമ്പം പലപ്പോഴും ഞാൻ ഈവൻ ഇനീഷ്യൽ ഡേയ്സിൽ ഞാനും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം. ഡൊണേഷൻസ് കൊടുക്കണമെന്ന് പറയുമ്പം ഓവർ ഗിവിങ് ആയിട്ട് നമ്മൾ ഡൊണേഷൻസ് കൊടുക്കും. അതായത് ആ ഒരു കൊടുക്കുന്ന പോയിന്റിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ സബ് കോൺഷ്യസ്ലി നമുക്ക് തോന്നും എൻ്റെ ഈ കാര്യങ്ങൾ പെൻഡിങ് ആണ്, സ്റ്റിൽ ടു ഞാൻ കൊടുക്കുന്നു. അതിൻ്റെ മീനിങ് ഞാൻ ഡൊണേഷൻസ് കൊടുക്കരുതെന്നല്ല പറയുന്നത്. നമ്മുടെ സോൾ പർപ്പസ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈക്വലി നമ്മളുടെ ഒരു നീഡ്സ് ആൻഡ് ഡിസയേഴ്സിനെയും കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കണം. കാരണം നമ്മളുടെ ആ ഒരു നീഡ്സിനെ, നമ്മുടെ ആ ഒരു ആവശ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിൽ നമ്മളാണോ ഉള്ളത്, അല്ലേ? അതുകൊണ്ടാണ് യൂണിവേഴ്സ് അത്രയും ഒരു അബൻഡൻസ് നമുക്ക് തരുന്നത്. അതിൻ്റെ മീനിങ് ഒരു ലക്ഷറി ലൈഫിലേക്ക് പോയിട്ട് ഇതെൻ്റെ നീഡ്സ് ആണെന്ന് പറയുക എന്നുള്ളതാണ് അല്ല. എന്ന് വെച്ച് നമ്മൾ ഒരു മിനിമം തിങ്ങിൽ ഇരിക്കുകയും ചെയ്യരുത്. കാരണം സെൽഫ് കെയറും സെൽഫ് ലവും ഇല്ലാത്തത് നിങ്ങളുടെ മണീനെ ബ്ലോക്ക് ചെയ്യിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത്രയും ഒരു എമൗണ്ട് വന്നു, ഇതിൽ ആദ്യം ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റിൽ എൻ്റെ കാര്യം നോക്കാമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പിന്നെയും എക്സ്റ്റേണൽ വേൾഡിലേക്ക് നമ്മുടെ എനർജീനെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആദ്യം എൻ്റെ ആവശ്യങ്ങൾ എന്താണ് അതും കൂടെ മനസ്സിലാക്കി അതിനെയും കൂടെ അഡ്രസ്സ് ചെയ്ത് അതിനോട് ഒരു എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അതിപ്പം ആ ഒരു നീഡ്സ് എന്ന് പറയുന്നതിൽ മേ ബി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നതായിരിക്കാം, മേ ബി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം വാങ്ങിക്കുന്നതായിരിക്കാം. ഇതൊന്നും സ്പിരിച്വാലിറ്റിയിൽ വരുമ്പം തെറ്റാണെന്ന് അല്ല. ഇതൊക്കെ നമ്മൾക്ക് ഇനീഷ്യൽ സ്റ്റേജ് ഒരു ഹാഫ് ഓഫ് ദ സ്റ്റേജ് വരെയൊക്കെയും നമുക്ക് ഇങ്ങനത്തെ കുറേ അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് ഒക്കെ കാണും. അതൊക്കെയും ഫുൾഫിൽ ചെയ്തുകൊണ്ട് പോകേണ്ടതാണ് ഈ ജേർണി. അപ്പോൾ അതിനെയൊക്കെയും സപ്രസ് ചെയ്തുകൊണ്ട് ഞാൻ സ്പിരിച്വാലിറ്റിയിലാണ്, ഞാൻ ഡൊണേഷൻസ് മാത്രം കൊടുക്കണം, ഞാൻ മറ്റുള്ളവരെ നോക്കണമെന്ന് പറയുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മണീനെയും നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിനെയും നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് പറയുന്ന ഒരു പോയിന്റ് വളരെ സിമ്പിളായിട്ട് സില്ലി ആയിട്ട് തോന്നും, പക്ഷെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഒത്തിരി ബാർഗെയിൻ ചെയ്യാതിരിക്കുക.
നമ്മളൊക്കെ മാൾസിലൊക്കെ പോകുന്നവരാണ് അല്ലേ? അവിടെ പോകുമ്പോൾ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു MRP പ്രൈസിന് എന്ത് കാര്യമാണെങ്കിലും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോരും. അതേസമയം നമ്മൾ വഴിയോരത്തൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വളരെയധികം ഇതായിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യും. അവർ മേ ബി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിരിക്കും ആ ഒരു കാര്യം ചെയ്യുന്നത്. എന്ന് വെച്ച് നമ്മളവിടെ ഓവർ ഗിവിങ് ആവണമെന്നല്ല പറയുന്നത്. ആ ഒരു ആ ഒരു വസ്തുവിന് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു കമ്മോഡിറ്റിക്ക്, ആ ഒരു പ്രോഡക്റ്റിനുള്ള ബേസിക് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ കാരോടൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കാറുണ്ട്. പണ്ടൊക്കെ ഞാനും ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു 10 രൂപ കൂടുതലായിട്ട് കൊടുക്കുക. അവരിനിയും എന്തോ ആയിക്കോട്ടെ എനർജി. അപ്പോൾ അത് ഒരു ബ്ലെസ്സിങ്ങോടെ കൊടുക്കുമ്പം ആ ഒരു ഇതിൽ അവിടെ ഒരു നമ്മൾ യൂണിവേഴ്സിലേക്കൊരു പോസിറ്റീവ് എനർജീനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ് വന്നിട്ട് എപ്പോഴും സോഴ്സ് എനർജിയുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുക. അതായത് നമ്മളിപ്പം ലൈഫ് പർപ്പസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം, കുറച്ച് കാര്യങ്ങൾ നമ്മൾ 3Dയിലേക്ക് പോയിട്ട് 5Dയിലെ എനർജീനെ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താണ് ഔട്ട്കം എന്നുള്ളത് ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റഡ് ഒരിതായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ കാര്യങ്ങൾ ചെയ്യുക, കർമ്മം ചെയ്യുക. ഫലമെന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്താണോ തരുന്നത്, എപ്പോഴാണോ തരുന്നത്, അത് ഞാൻ റിസീവ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ. അടുത്തതായിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് മുമ്പും, അതായത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും നമ്മുടെ ഒരു മൈൻഡ് വേവ്സിൽ വേരിയേഷൻ വരും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആക്ച്വലി വേണ്ടത്, നിങ്ങളുടെ ഒരു ട്രൂ ഡിസയർ കാണും. ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷ് ഫുൾഫിൽമെൻറ്റ്, 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യം. ഞാൻ ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യമല്ല പറയുന്നത്. ബിയോണ്ട് ദാറ്റ് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ മേ ബി നിങ്ങൾക്ക് ഒരു വീട് വാങ്ങിക്കണമെന്നായിരിക്കും, മേ ബി നിങ്ങൾക്ക് ഒരു വാഹനം വാങ്ങിക്കണമെന്നായിരിക്കും, മേ ബി നിങ്ങൾക്ക് നല്ലൊരു ട്രാവൽ ചെയ്യണമെന്നായിരിക്കും, നിങ്ങളുടെ ബാങ്കിൽ ഇത്ര കാശ് വേണമെന്നായിരിക്കാം. ഇതൊന്നും സ്പിരിച്വാലിറ്റിയിൽ തെറ്റാണെന്നല്ല, ഇതിൻ്റെ പുറകെ ഓടരുതെന്നാണ് സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുക, നമുക്ക് എന്താണോ വേണ്ടത് ആസ് ഇറ്റ് ഈസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ എങ്ങനെ വരും, എനിക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലല്ലോ എന്ന് ആലോചിക്കരുത്. ചെയ്തിട്ട് അതിനെ യൂണിവേഴ്സിലേക്ക് ലെറ്റ് ഗോ ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു വിഷ്. എനിക്ക് മനസ്സിലുള്ള ആഗ്രഹം ഇതാണ്. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹത്തെ നമ്മൾക്ക് പറയാനുള്ളത് യൂണിവേഴ്സിനോടാണ്, അല്ലെങ്കിൽ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു പവറിനോടാണ്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോടാണ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴും അതിനെ പിന്നെയും ഓർത്ത് നമ്മൾ അതിലേക്ക് എനർജി കൊടുക്കണ്ട, അതിനെ ലെറ്റ് ഗോ ചെയ്യുക. വളരെ ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങളിൽ അതർ ദാൻ ദാറ്റ് തോട്ട് പാറ്റേണിൽ പോലും ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾക്ക് ഒത്തിരി ശ്ലോകങ്ങളും ഒത്തിരി പ്രേയേഴ്സും ഒക്കെ ഈ കാര്യത്തിൽ നമുക്ക് മണീനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കനകധാര സ്തോത്രം ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ ഇരുന്ന് ജപിച്ചാൽ അത്രയും നമുക്കൊരു അബൻഡൻസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. സോ എപ്പോഴത്തെ പോലെ ഈ വീഡിയോയും വളരെ നീണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. സോറി. ഒത്തിരി റിക്വസ്റ്റുകളുണ്ട് ചെറിയ വീഡിയോസിന്, പക്ഷെ പറ്റാറില്ല. പറഞ്ഞു വരുമ്പം ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ സമയമെടുത്ത് കേൾക്കുക. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു ഡിവൈൻ ചാനലിംഗ് ചെയ്യാൻ പറ്റിയത്. ഇതല്ലാതെ നാളെ തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതല്ലാതെ വെനസ്ഡേ തൊട്ട് റേഖീൻ്റെ സെക്കൻഡ് ലെവൽ ക്ലാസ്സസും സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ടാരോ റീഡിങ്സിന്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.